ഹായ്, അസ്സാം വലൈക്കും, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്ന് കുറേ കാലമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് യൂട്യൂബിൽ. ഇന്നിപ്പോൾ നമ്മുടെ അയൽവാസിയുടെ ഒരു പച്ചക്കറിത്തോട്ടമുണ്ട്. അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇനി നമ്മുടെ അയൽവാസിയെ പരിചയപ്പെടാം. എൻ്റെ അയൽവാസിയാണ് ലക്ഷ്മി ചേച്ചി. വീട്ടിലെന്ത് സാധനമൊക്കെ ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് കൊണ്ടുവന്ന് ഭക്ഷണമൊക്കെ കൊണ്ടുവന്ന് തരും. അപ്പോൾ ഞാൻ പറയും എപ്പോഴും ഭയങ്കര ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ആണെന്ന് പറയും. അപ്പോൾ ഇതിന്റെ കൈപുണ്യം ഈ മണ്ണിലേക്കും ഇതിന്റെ ലക്ഷ്മി ചേച്ചിയുടെ കൈപുണ്യം ഉണ്ടാവും. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഈ കാണുന്നേക്കാൻ. അപ്പൊ നമുക്ക് ലക്ഷ്മി ചേച്ചിയോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം. ലക്ഷ്മി ചേച്ചി, ഇത് എത്ര കാലമായി ഇതേപോലെ ഈ നമ്മൾ പച്ചക്കറി തുടങ്ങിയിട്ട്? ചെറുപ്പം മുതലുള്ള ശീലമാണോ? അതെ, ഞങ്ങളുടെ ഫാമിലി എല്ലാവരും കൃഷിക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഇത് തുടങ്ങിയിട്ട് ഏകദേശം ഒരു 4-5 വർഷമായി. ഇവിടെ ഒരു 6 സെന്റ് സ്ഥലത്തിനകത്ത് എല്ലാവിധ കൃഷികളുണ്ട്. അതായത് ഒരു 6 സെന്റ് സ്ഥലത്തിൽ എല്ലാ കൃഷിയും വെച്ചിട്ടുണ്ട്. അതെ അതെ, അതായത് പിന്നെ പൊട്ടറ്റോയും ഒനിയനും ഒഴിച്ച് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടുന്നതാണ്. നമ്മള് ഈ തെങ്ങിന്റെ ചുറ്റിനും നമ്മളെ തടം എടുത്താല് വളമൊക്കെ ഇട്ടാലുള്ള തേങ്ങ ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഇത് ചീര നട്ട് കഴിഞ്ഞാല് തെങ്ങിന് വളം കിട്ടും. പിന്നെ ചീരക്കിടുന്ന വളം ഇതിന് എത്തുന്നുണ്ട്. നമുക്ക് സ്പേസ് കുറവായതുകൊണ്ട് എപ്പോഴും നനവ് കിട്ടുമല്ലോ തെങ്ങിനല്ലേ. ആ തെങ്ങിന്റെ തടത്തിൽ തന്നെ നമുക്ക് മുളകുണ്ട്, തക്കാളിയുണ്ട്, ചീരയുണ്ട്, മഞ്ഞളുണ്ട്. അത്യാവശ്യം വേണ്ട നമുക്ക് സ്പേസ് കുറവാണല്ലോ. നമ്മള് പച്ചമുളക് നമ്മുടെ പഴയ നാടൻ ശൈലിയിലുള്ള പച്ചമുളകും എത്ര ടൈപ്പ് പച്ചമുളക് ഉണ്ടാവും ഇപ്പൊ ഇവിടെ? എത്ര ഉണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. 5-8 ടൈപ്പ് ഉണ്ട് ഇപ്പൊ. ഇത് നമ്മുടെ ക്യാപ്സിക്കം അല്ലേ? ഓക്കെ. നമ്മുടെ സാധാ. പിന്നെ കാന്താരി മുളകുണ്ട്, ഉണ്ടമുളകൊക്കെ ഉണ്ടല്ലേ? എല്ലാ ടൈപ്പും ഉണ്ട്. മല്ലിയില ഇതൊക്കെ ബീൻസ് അയച്ചത്? ഇത് ബീൻസ് ആണ്. ഓക്കെ ഓക്കെ. അച്ചിങ്ങക്ക് പകരം ബീൻസും വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ കുറ്റി പോലെ ഇങ്ങനെ പൊങ്ങാന്നല്ലാതെ ഇതിൻ്റെ അകത്ത് വെണ്ട ഉണ്ടാവണത് ഇത്ര ചെറിയ തൈയിലൊക്കെ വേണ്ടതാണ്. അത്ര മണ്ണിന്റെ ഫലപുഷ്ടവും പിന്നെ കൈപുണ്യവും വളവും ഒക്കെ കൂടിയതാണ്. കണക്കാന്താരി നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് പ്രഷറിനൊക്കെ എപ്പോഴും നല്ലതാന്ന് പറഞ്ഞല്ലേ? ഷുഗർ, പ്രഷർ, അങ്ങനെ കൊളസ്ട്രോളിനാണെന്നുള്ള കൂടുതൽ പച്ചമുളക്. കാന്താരി ടൈപ്പ് പച്ചമുളകാണ്. എനിക്ക് ഇതിന്റെ ഒന്നും പേരറിയില്ല. ഇത് വേറൊരു ടൈപ്പ്. അവിടെ നമ്മുടെ മുകളിലേക്ക് വളരുന്ന ടൈപ്പ് മുളകുണ്ട്. ഇത് സാധാ വെള്ളക്കാന്താരി. നമ്മ തമിഴ്നാട്ടിൽ നിന്നും മൈസൂർ, ബാംഗ്ലൂരിൽ നിന്നൊക്കെ വരുന്നതൊക്കെ നമ്മൾ കർണാടകയിൽ നിന്നൊക്കെ വരുന്നതൊക്കെ കണ്ടിട്ടുള്ളൂ. നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്നത് അപൂർവമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇതൊക്കെ ഉണ്ടാവാനുള്ള എല്ലാ പരിശ്രമങ്ങളും നമ്മുടെ കേരളീയർക്കും പറ്റും എന്നുള്ളത് ഇപ്പോൾ സാധ്യമായിട്ടുള്ളൂ. എന്തായാലും അപ്പുറത്ത് കോളിഫ്ലവർ, ഇപ്പുറത്ത് ക്യാബേജ്, എന്നുവെച്ചാൽ നമ്മുടെ കളമശ്ശേരിക്കാർക്കും ഇതൊക്കെ പറ്റും. അപ്പോൾ നമ്മൾ എല്ലാവരും വീട്ടിൽ കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ കൃഷി ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്ന പച്ചക്കറി കഴിക്കുമ്പോൾ അതിന് സ്വാദ് വേറെയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ട്രൈ ചെയ്യണം. നമ്മളാരും മടിയന്മാരാവരുത്. രാവിലെ ഇതേപോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്കും നമ്മുടെ മക്കൾക്കും ഒരു ആക്ടിവിറ്റി ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മുടെ ഈ ചീരയുടെ പേര് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. എന്ന് വെച്ചാൽ നമ്മുടെ ഫേമസ് യൂട്യൂബർ ഫിറോസ് കാട ചീരയാണ്. പൊന്നാങ്കണ്ണി ചീര എന്ന് കേട്ടിട്ടില്ലേ? ആ ചീരയാണ് ഇത്. നമുക്ക് നല്ലതാണ് കണ്ണിന്റെ കാഴ്ചക്കും പിന്നെ ശരീരത്തിന്. നമുക്കിപ്പോൾ എല്ലാ എനർജിയും കിട്ടാൻ ഈ ചീര നല്ല യൂസിങ് ആണ്. ഇപ്പോൾ കഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ റിസൾട്ട് നമുക്കറിയാലോ. പിന്നെ ഏറ്റവും നല്ലത് വയറ്റിൽ നിന്ന് പോകാനൊക്കെ നല്ല സംഭവമാണ്. നമ്മുടെ വയറ് ക്ലീനായാൽ തന്നെ ശരീരത്തിന്റെ ഏറ്റവും നമുക്ക് എനർജി കിട്ടുന്നതാണ്. അപ്പോൾ ഇതേപോലത്തെ ചീരകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കണ്ണിന് കാഴ്ച, കണ്ണടയൊന്നും വെക്കണ്ട. നമുക്ക് ഇവരൊന്നും കണ്ണട വെച്ചിട്ടില്ല. നമ്മളിപ്പോ കടയിൽ നിന്ന് മേടിച്ചിട്ട് ബാക്കി വരുന്നത് കട്ട് ചെയ്ത് വെച്ചേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ശരിക്കും ഞാൻ ആ VFCക്ക് കാക്കനാട് VFCക്ക് തൈ വാങ്ങിച്ച് നട്ടതാണ്.
ഇത് വീട്ടിലേക്കുള്ള ആവശ്യത്തിനൊക്കെ ഇപ്പൊ ഞങ്ങൾ അത്യാവശ്യം കട്ട് ചെയ്ത് മല്ലിയിലും നിറച്ചുണ്ടായിരുന്നു. പുതിന ഉണ്ട് ഇവിടെ. അപ്പൊ പുതിനയിലുണ്ട്, കറിവേപ്പിലയുണ്ട്, വെള്ളച്ചീരയും എല്ലാ ടൈപ്പ് ചീരകളും ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ വള്ളിയച്ചിങ്ങയാണ് ഇതിപ്പോ നമ്മള് എടുത്ത് തീരാറായി. ഇതിപ്പോ ഒരു മാസത്തിൽ കൂടുതലായി നമ്മൾ ഇത് എടുക്കാൻ തുടങ്ങിയിട്ട്. ഇത് തീരാറായതാണ്. എങ്ങനെ വന്നാലും വീട്ടിലേക്ക് ചിക്കാനുള്ളതൊക്കെ നമുക്ക് നമ്മള് വേറൊരു ചേട്ടനും ഞങ്ങളെല്ലാം രണ്ടുപേരൂടാണ് ഇത് കൃഷി ചെയ്യുന്നത്, ഉദയ ചേട്ടനും. പിന്നെ ഞങ്ങളുടെ 2 വീട്ടിലേക്കും ഇപ്പൊ കുറെ നാളായിട്ട് നമ്മൾ പച്ചക്കറി ഒന്നും വാങ്ങിക്കുന്നില്ല. എല്ലാം ഇവിടുന്നുള്ള പച്ചക്കറിയാണ്. നമുക്കൊക്കെ സ്ഥലം പരിമിതി കുറവാണ്, എന്നാലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ പറ്റുന്ന രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. ഇപ്പോ ഇവരുടെയൊക്കെ കാണുമ്പോൾ നമുക്കൊരു കൊതിയാണല്ലോ, നാളെ നമുക്ക് വീട്ടിൽ പോയിട്ട് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടി വരും. എന്തായാലും വഴുതനങ്ങ, ചീര, അച്ചിങ്ങ, ബീൻസ്, കോളിഫ്ലവർ, അങ്ങനെയുള്ള എല്ലാ ഇതുണ്ട്. പിന്നെ ഇതല്ല കറ്റാർ വാഴയൊക്കെ വെറുതെ ഇങ്ങനെ നട്ടേക്കാണ്. പാവക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഈ പ്രാണികൾ വന്ന് പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പൊ നമ്മളെ കഴിയുന്ന വളങ്ങൾ ചെയ്യാം. വേപ്പിൻ പിണ്ണാക്കിൻ ഇടാം. പിന്നെ എല്ലുപൊടി, അതിനകത്തേക്ക് വെറുതെ ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് സെറ്റ് ആയിക്കോളും. മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കും. ഓക്കെ. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രാണികളൊന്നും അധികം വന്നിരിക്കില്ല അല്ലെ. വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ കടല പിണ്ണാക്ക്, എല്ലുപൊടി, അത് നമുക്ക് ഒരാഴ്ചയൊക്കെ പുളിച്ച് കഴിയുമ്പോ അത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെ. അല്ല, നമ്മള് ഇതിന്റെ ചോട്ടിൽ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചോട്ടിലൊഴിച്ചിട്ട് വേപ്പെണ്ണ സ്പ്രേ ചെയ്യും. പിന്നെ ഉണ്ടത് കട്ടൻ ചായല, അല്ലെങ്കിൽ നമുക്ക് വെറുതെ വായിലൊക്കെ ഇത് ചവച്ച് തിന്നാലും ആ ഗ്യാസും കാര്യങ്ങളൊക്കെ പോകും. ബന്ദിപ്പൂവൊക്കെ ഉണ്ടല്ലോ ചേച്ചീൻ്റെ അത്. തക്കാളി, പച്ചമുളക്, വഴുതനങ്ങ, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് പേരാണ്ടാ ഭയങ്കര രസമാണ്. ഇത്രേ ഉള്ളൂ ചട്ടിയെങ്കിലും പേരയുടെ തണ്ടൊക്കെ നോക്കി നല്ല വളർച്ചയുള്ള ഒരു പേരേനെ പോലെ തരും. ഇതിൻ്റെ പേരൊക്കെ ഉണ്ടാവും. നമ്മൾ ഡ്രമ്മിൽ മാവ് കേട്ടാൽ മാങ്ങ ഉണ്ടാവോ എന്നുള്ളൊരു ഇതിന് ഉദാഹരണമാണ് ഇതുണ്ട്. ഇപ്പോൾ ഇതിൽ മാങ്ങ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇതേ വേറെ മാവ് പൂത്തിട്ട് ചെറിയ കണ്ണിമാങ്ങ ഉണ്ടായേക്കണുണ്ടോ. അതൊക്കെ നമുക്കും ചെയ്യാം വീട്ടില്. ഇതെന്തെന്നാ ചേച്ചിയത്? ഇത് നിത്യവഴുതന എന്ന് പറയും. ഇത് നിത്യവഴുതന. അതെ. ഇത് ഒരുപാട് ഗുണങ്ങളുള്ള സാധനമാണ്. ഭയങ്കര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ ഇത് ഭയങ്കര ഗുണമുള്ള ഒരു സാധനമാണ്. ഇത് ചിക്കി തിന്നതാ. അതിന് മെഴുക്കുരട്ട് വെക്കും, തോരൻ വെക്കും, ഞങ്ങൾ തീയല് വെക്കും. തീയല്. ഇതാണ് ഈ സ്ഥലത്തിന്റെ ശരിക്കുള്ള ഓണർ. പിന്നെ ജയലാലേട്ടനും ലക്ഷ്മി ചേച്ചിയും ഉണ്ണിച്ചേട്ടനും ഉദയൻ ചേട്ടനും കൂടിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. ഇവർക്ക് വലിയ വലിയ ജോലിയും കാര്യം തിരക്കുകളൊക്കെ ഉള്ള മനുഷ്യന്മാരാണ്. പക്ഷെ രാവിലെ വന്ന് ഈ മണ്ണിൽ കുറച്ച് കൃഷിയൊക്കെ ചെയ്ത് ഇവരുടെ വീട്ടിലേക്കുള്ള ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറിയൊക്കെ ആയിട്ട് ഇവർ പോയി അത് റെഡിയാക്കി അത് ചോറിൽ പൊതിഞ്ഞ് എല്ലാം റെഡി ആക്കിയിട്ട് നേരെ ഓഫീസിൽ കൊണ്ട് നല്ല ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ പ്രായത്തിലും ഇവർ ഭയങ്കര എനർജറ്റിക് ആയിട്ട് തന്നെ നിൽക്കണത്. നമുക്കും എല്ലാവർക്കും പറ്റും. അപ്പൊ എല്ലാവരും കൃഷി ചെയ്യുക, മണ്ണിനെ സ്നേഹിക്കുക. ഇത് നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവര് വെച്ചതാ. എള്ളെണ്ണ എന്നൊക്കെ പറയൂലേ. അപ്പൊ എള്ളിന്റെ ഒരു തൈ, നാടൻ എള്ളിന്റെ തൈ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ. ഇനി ജലാലേട്ടന് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മളെ കൃഷിനെ കുറിച്ച്? രാവിലെ സമൂഹത്തിന് ഒരു മെസ്സേജ് ഒഴിവ് സമയം കിട്ടും. ഞാൻ നല്ല തിരക്കുള്ള കൂട്ടത്തിലാണ്. എന്നാലും രാവിലെ നമ്മുടെ ഒരു 6:30 to 7 മണി, അരമണിക്കൂറേ ഞാൻ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാറുള്ളൂ. നമുക്ക് അത്യാവശ്യം വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്തുനിന്ന് കിട്ടുന്നത്. ഹായ്. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടാതെ ഇരിക്കില്ല. നമ്മുടെ വീട്ടിലേക്കുള്ള ഒരു പച്ചക്കറിത്തോട്ടം ആണ് നമ്മൾ ഇന്ന് കണ്ടത്. അത് ഓരോരുത്തർക്കും ഓരോ ക്രൈസ് ആണല്ലോ. നമ്മൾ സ്പോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വീട്ടിൽ കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഒപ്പം നമ്മളും പച്ചക്കറിയുടെ കുറച്ച് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ ലക്ഷ്മി ചേച്ചിയുടെയും ജയലാലിൻ്റെ വീട്ടിൽ പോയി ആ പച്ചക്കറിത്തോട്ടം കണ്ടപ്പോൾ വളരെ ഇഷ്ടമായി. നമുക്ക് ചെയ്യാനുള്ള ഒരു പ്രചോദനമുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്യുക. പറ്റുന്നവർ
വീട്ടിൽ കിട്ടുന്ന സ്ഥലത്ത് പച്ചക്കറി തോട്ടങ്ങൾ നടാം. അത് നമുക്ക് ഇനി ഒരു മെസ്സേജ്, നല്ല മെസ്സേജായിട്ട് നമുക്കിത് വിടാൻ പറ്റട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.